സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. റെസിപ്രോക്കേറ്റിംഗ് പമ്പ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഇപ്പോൾ ഏതൊക്കെ രീതിയിലാണ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് നോക്കാം. സോ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു വാട്ടർ ബീയിങ് ഇൻ കോണ്ടാക്ട് വിത്ത് വൺ സൈഡ് ഓർ ബോത്ത് സൈഡ് ഓഫ് ദി പിസ്റ്റൺ. അതായത് പിസ്റ്റണിൽ വാട്ടറിൻ്റെ കോണ്ടാക്ട് ഒരു സൈഡിൽ മാത്രമാണോ അതോ രണ്ട് സൈഡിലും ഉണ്ടോ? സോ ഒരു സൈഡിൽ മാത്രമാണ് കോണ്ടാക്ട് ചെയ്യുന്നത്, പിസ്റ്റണിൻ്റെ ഒരു സൈഡിൽ മാത്രമാണ് വാട്ടർ കോണ്ടാക്റ്റിലുള്ളത് എങ്കിൽ ആ പമ്പിന് നമ്മൾ പറയും സിംഗിൾ ആക്ടിംഗ് പമ്പ് എന്ന് പറയും. സിംഗിൾ ആക്ടിംഗ് പമ്പ്, അതായത് നമ്മുടെ റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന പിസ്റ്റണിൻ്റെ ഒരു സൈഡിൽ മാത്രമായിരിക്കും എന്ത് വരിക, വാട്ടർ കോണ്ടാക്റ്റിൽ വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, സിംഗിൾ ആക്ടിംഗ് പമ്പ് എന്ന് പറയും. ഇനി മറിച്ച് രണ്ട് സൈഡിലും, ആ റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന പിസ്റ്റണിൻ്റെ രണ്ട് സൈഡിലും വാട്ടർ കോണ്ടാക്റ്റിൽ വരുവാണെങ്കിൽ, എന്ത് പറയും, ഡബിൾ ആക്ടിംഗ് പമ്പ്. സിംഗിൾ ആക്ടിംഗ് പമ്പ് എന്ന് വെച്ചാൽ എന്താണ്, പിസ്റ്റണിൻ്റെ വൺ സൈഡിൽ മാത്രം വാട്ടർ കോണ്ടാക്റ്റിൽ വരുന്നു. ദെൻ ഡബിൾ ആക്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, പിസ്റ്റണിൻ്റെ രണ്ട് സൈഡിലും വാട്ടർ കോണ്ടാക്റ്റിൽ വരുന്നു. സോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം. സി അക്കോർഡിംഗ് ടു ദ നമ്പർ ഓഫ് സിലിണ്ടേഴ്സ് പ്രൊവൈഡഡ്. അക്കോർഡിംഗ് ടു ദി നമ്പർ ഓഫ് സിലിണ്ടർ, എത്ര സിലിണ്ടർ ആണ് ആ പിസ്റ്റണിൽ, ആ ഒരു റെസിപ്രോക്കേറ്റിംഗ് പമ്പിലുള്ളത്, എത്ര സിലിണ്ടർ ആണ്, നമ്പർ ഓഫ് സിലിണ്ടർ. നമുക്കറിയാം, നമ്മൾ എൻജിൻസിനെ പറയുമ്പോൾ, ഓരോ എൻജിനും നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമ്മൾ പറയും എത്ര സിലിണ്ടർ ഉണ്ടോ അത് വെച്ചൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. 4 സിലിണ്ടർ എൻജിൻ ഉണ്ട്, സിംഗിൾ സിലിണ്ടർ എൻജിൻ ഉണ്ട് അല്ലേ, പിന്നെ എന്തുണ്ട്, 6 സിലിണ്ടർ എൻജിൻ ഉണ്ട്, 18 സിലിണ്ടർ എൻജിൻ ഉണ്ട്. നിങ്ങൾ ബൈക്കിലിരിക്കുന്ന എൻജിൻ എന്താണ്, മോസ്റ്റ്ലി എന്തായിരിക്കും, സിംഗിൾ സിലിണ്ടർ എൻജിനാണ്. അതിനകത്ത് ഒരു സിലിണ്ടറേ ഉണ്ടാവുള്ളൂ, ഒരു പിസ്റ്റണേ ഉണ്ടാവും. ദെൻ ചില പഴയ കാലത്ത് എന്താണ് ബുള്ളറ്റ്സിൽ വി സ്ട്രോക്ക് ഉള്ളതുണ്ട്. അപ്പോൾ വി സിലിണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡബിൾ സിലിണ്ടർ ആണ്, രണ്ട് സിലിണ്ടർ വി ഷേപ്പ് ഇരിക്കുന്ന എൻജിൻസ് ഉണ്ട്. ദെൻ മിക്ക കാറുകളും എന്താണ്, 4 സിലിണ്ടർ ആണ്, 4 സിലിണ്ടർ. അപ്പോൾ എന്താണ്, ഡിപ്പെൻഡ്സ് ഓൺ ദി നമ്പർ ഓഫ് സിലിണ്ടർ നമ്മൾ എൻജിനെ ക്ലാസിഫൈ ചെയ്യും. സിംഗിൾ സിലിണ്ടർ എൻജിൻ, ഡബിൾ സിലിണ്ടർ എൻജിൻ, 4 സിലിണ്ടർ എൻജിൻ, 6 സിലിണ്ടർ എൻജിൻ, 18 സിലിണ്ടർ എൻജിൻ. 18 സിലിണ്ടർ എൻജിൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതായത് നമ്മുടെ പവർ പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ജനറേറ്റേഴ്സ് അല്ലെ, അതുമായിട്ട് കപ്പിൾ ചെയ്യുന്ന എൻജിൻ, ഡീസൽ എൻജിൻസ്, ലാർജ് ഡീസൽ എൻജിൻസ്, 18 സിലിണ്ടർ ഡീസൽ എൻജിൻ ഉണ്ട്. 18 സിലിണ്ടർ വി എൻജിൻ വളരെ വലുതാണ്. സോ ആ എൻജിൻസ് 18 സിലിണ്ടേഴ്സ് അതിനകത്തുണ്ട്. സോ ഡിപ്പെൻഡ്സ് ഓൺ ദി നമ്പർ ഓഫ് സിലിണ്ടർ ആണ് നമ്മൾ അതിന് നെയിം ചെയ്യുന്നത് അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ഇവിടെ എന്താണ്, പമ്പ്സിനെയും റെസിപ്രോക്കേറ്റിംഗ് പമ്പിനെയും നമുക്ക് എന്ത് ചെയ്യാം, ഡിപ്പെൻഡിങ് ഓൺ ദി നമ്പർ ഓഫ് സിലിണ്ടർ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. സിംഗിൾ സിലിണ്ടർ ഉണ്ട്, സിംഗിൾ സിലിണ്ടർ പമ്പ്, ഡബിൾ സിലിണ്ടർ പമ്പ്, ട്രിപ്പിൾ സിലിണ്ടർ പമ്പ്. അപ്പോൾ നമ്പർ ഓഫ് സിലിണ്ടർ കൂടുമ്പോൾ എന്തായിരിക്കും കൂടുക, നമ്മൾ എൻജിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ CC അല്ലെങ്കിൽ ക്യൂബിക് കപ്പാസിറ്റി, എത്ര വോളിയം ആണോ ആ വോളിയം കൂടും. അല്ലെങ്കിൽ ഈ പമ്പിൻ്റെ കേസിലാണെങ്കിലോ, പമ്പിൻ്റെ കേസിൽ നമ്പർ ഓഫ് സിലിണ്ടർ കൂടുമ്പോൾ ഡിസ്ചാർജ് കൂടും, ഡിസ്ചാർജ് അല്ലേ, നമ്പർ ഓഫ് സിലിണ്ടർ കൂടുമ്പോൾ ഡിസ്ചാർജ് ഇൻക്രീസ് ചെയ്യും. സോ എല്ലാ കേസിലും ഡിസ്ചാർജ് കൂടണമെന്നില്ല, നമ്മൾ പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തെങ്കിൽ എന്ത് ചെയ്യും, ഡിസ്ചാർജ് ഇൻക്രീസ് ചെയ്യും. എല്ലാ പമ്പ്സിനെയും എല്ലാ സിലിണ്ടേഴ്സിനെയും നമ്മൾ പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഡിസ്ചാർജ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഡിസ്ചാർജ് ഇൻക്രീസ് ചെയ്യാനാണ് നമ്മൾ മൾട്ടി സിലിണ്ടർ പമ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു ദി നമ്പർ ഓഫ് സിലിണ്ടർ നമ്മൾ പമ്പ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നതാണ് സിംഗിൾ സിലിണ്ടർ, ഡബിൾ സിലിണ്ടർ, ട്രിപ്പിൾ സിലിണ്ടർ. സോ ഈ മൾട്ടി സിലിണ്ടർ പമ്പ്സ് നമ്മൾ എവിടെയായിരിക്കും യൂസ് ചെയ്യുന്നത്, അതായത് നോർമലി പാരലായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വളരെ എന്താണ്, ലാർജ് ക്വാണ്ടിറ്റി വോളിയം വളരെ ലാർജ് ആയിട്ട് വേണ്ട സമയത്ത്, അതായത് ഫാക്ടറീസിലൊക്കെ പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഒരു തീപിടുത്തം എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ
എമർജൻസി ആയിട്ട് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് വാട്ടർ പമ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന പമ്പ്സ് ഒക്കെ എന്തായിരിക്കും, ഇതുപോലത്തെ എന്താണ് 6 സിലിണ്ടറോ അല്ലെങ്കിൽ 8 സിലിണ്ടറോ ഒക്കെ റെസിപ്രോക്കേറ്റിംഗ് പമ്പ്സ് ആയിരിക്കും അവിടെ യൂസ് ചെയ്യുന്നത്. ഇനി പ്രഷർ ഒരുപാട് ഇൻക്രീസ് ചെയ്യാൻ, പ്രഷർ ഒരുപാട് ഹൈ പ്രഷറിലേക്ക് നമുക്ക് വാട്ടറിനെ പമ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഒരുപാട് ഹൈറ്റിലേക്ക് വാട്ടറിനെ പമ്പ് ചെയ്യണം. സോ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഈ റെസിപ്രോക്കേറ്റിംഗ് പമ്പ്സിന് നമുക്ക് എന്ത് ചെയ്യാം, സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം. സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ എന്ത് പറ്റും, പ്രഷർ നമുക്ക് ഒരുപാട്, അല്ലെങ്കിൽ ഹെഡ് നമുക്ക് ഒരുപാട് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഡിപ്പെൻസ് ഓൺ ദി നമ്പർ ഓഫ് സിലിണ്ടർ. എത്ര സിലിണ്ടർ ഉണ്ടോ അതനുസരിച്ച് എന്ത് ചെയ്യും, നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. സിംഗിൾ സിലിണ്ടർ എന്ന് വെച്ചാൽ ഒരു സിലിണ്ടർ ഉള്ളത്, ഡബിൾ സിലിണ്ടർ എന്ന് വെച്ചാൽ 2 സിലിണ്ടർ ഉള്ള പമ്പ്, ട്രിപ്പിൾ സിലിണ്ടർ മീൻസ് എന്താണ്, 3 സിലിണ്ടർ ഉള്ള പമ്പ്. സോ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്. സോ പ്രോബ്ലം നമുക്ക് നോക്കാം. എ സിംഗിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് running at 50 rpm delivers 0.01 meter cube per second of water. The diameter of the piston is 200 mm and the stroke length is 400 mm. Determine theoretical discharge, coefficient of discharge, slip and percentage of slip. അപ്പോൾ ഒരു സിംഗിൾ ആക്ടിംഗ് പമ്പാണ്. സിംഗിൾ ആക്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിസ്റ്റന്റെ ഒരു സൈഡിൽ മാത്രമേ എന്തുള്ളൂ, വാട്ടർ ആക്ട് ചെയ്യുന്നുള്ളൂ. റണ്ണിങ് അറ്റ് 50 rpm. എന്താണ് rpm? rpm എന്ന് പറയുന്നത് എന്താണ്, റൊട്ടേഷൻ സ്പീഡാണ്. 50 റൊട്ടേഷൻ പെർ മിനിറ്റ്. അപ്പോൾ ഒരു മിനിറ്റിൽ ക്രാങ്ക് 50 ടൈംസ് 50 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഡെലിവേഴ്സ് 0.01 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്സ് ഓഫ് വാട്ടർ. ഈ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്തിന്റെ യൂണിറ്റ് ആണ്, നമുക്കറിയാം ഡിസ്ചാർജിന്റെ യൂണിറ്റ് ആണ്. ഡിസ്ചാർജ് അതായത് വോളിയം പെർ സെക്കൻഡ്, കേട്ടോ, വോളിയം പെർ സെക്കൻഡ്, അതായത് വോളിയം ഫ്ലോ റേറ്റ് അഥവാ ഡിസ്ചാർജിന്റെ യൂണിറ്റ് ആണ് എന്ത്, മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. സോ ഇതാണെന്ത്, ഈ തന്നിരിക്കുന്നതാണെന്ത്, സോ ഇത് നമ്മുടെ സിംഗിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പിന്റെ ആക്ച്വൽ ഡിസ്ചാർജ് ആണ് തന്നിരിക്കുന്നത്, ആക്ച്വൽ ഡിസ്ചാർജ്. ദെൻ ഡയമീറ്റർ ഓഫ് ദി പിസ്റ്റൺ. സോ പിസ്റ്റന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട് 200 mm. ദെൻ സ്ട്രോക്ക് ലെങ്ത്. സ്ട്രോക്ക് ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്, അല്ലെ, പിസ്റ്റന്റെ ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലേ. സോ അതാണ് സ്ട്രോക്ക് ലെങ്ത്, അല്ലെങ്കിൽ റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന ആ ലെങ്ത്. സോ അതാണ് എന്ത്, സ്ട്രോക്ക് ലെങ്ത്. അത് എത്ര ആയിരിക്കും, ഞാൻ പറഞ്ഞു എന്താണ്, ക്രാങ്ക് റേഡിയസ് 6 ആണെങ്കിൽ, ക്രാങ്ക് റേഡിയസ് സ്മോൾ ലെറ്റർ 6 ആണെങ്കിൽ 2 ടൈംസ് r ആയിരിക്കും എന്ത്, സ്ട്രോക്ക് ലെങ്ത്. L is equal to 2r എന്നാണ്. സോ സ്ട്രോക്ക് ലെങ്ത് L is equal to 2 ടൈംസ് ക്രാങ്ക് റേഡിയസ് ആണ്. ദെൻ എന്തൊക്കെയാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത്, തിയററ്റിക്കൽ ഡിസ്ചാർജ് ഓഫ് ദി പമ്പ്. സോ പമ്പിന്റെ തിയററ്റിക്കൽ ഡിസ്ചാർജ് ആണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ഗിവൺ ആയിട്ടിരിക്കുന്നത് എന്താണ്, ആക്ച്വൽ ഡിസ്ചാർജ്. ആക്ച്വൽ ഡിസ്ചാർജ് തന്നിട്ടുണ്ട് 0.01 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത് തിയററ്റിക്കൽ ഡിസ്ചാർജ് ഓഫ് ദി പമ്പ്. എന്താണ് ഈ തിയററ്റിക്കൽ ഡിസ്ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് തിയററ്റിക്കലായിട്ട് നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചേക്കുന്ന ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന ഡിസ്ചാർജ് ആണ് തിയററ്റിക്കൽ ഡിസ്ചാർജ്. ഈ ആക്ച്വൽ ഡിസ്ചാർജ് അവർ തന്നേക്കുന്ന ഈ വാല്യൂ എന്താണ്, ആക്ച്വൽ ഡിസ്ചാർജ് ആണ്. അത് ആക്ച്വലി ഡെലിവർ ചെയ്യുന്ന വോളിയം ഫ്ലോ റേറ്റ് ആണ്. അത് നമ്മൾ എക്സ്പെരിമെന്റലി കണ്ടുപിടിക്കുന്നതാണ്. ദെൻ നെക്സ്റ്റ് കണ്ടുപിടിക്കാനുള്ള എന്താണ്, കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ്. കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ്. ദെൻ നെക്സ്റ്റ് സ്ലിപ്പ്, പിന്നെ പെർസെൻറ്റേജ് ഓഫ് സ്ലിപ്പ്. അപ്പോൾ നമുക്ക് ഇതിൽ ആദ്യം ഇതിൽ യൂസ് ചെയ്തേക്കുന്ന, ഈ പ്രോബ്ലത്തിന് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ഇക്വേഷൻസ് എന്താണെന്ന് നോക്കാം. സോ ഫസ്റ്റ് തിയററ്റിക്കൽ ഡിസ്ചാർജിന്റെ ഇക്വേഷൻ. തിയററ്റിക്കൽ ഡിസ്ചാർജിന്റെ ഇക്വേഷൻ എന്താണ്, ഫോർ എ സിംഗിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. ഇത് സിംഗിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പാണ്. സോ അതുകൊണ്ട് തന്നെ അതായത് പിസ്റ്റന്റെ ഒരു സൈഡിൽ മാത്രമേ എന്തുള്ളൂ, വാട്ടർ ആക്ട് ചെയ്യുന്നുള്ളൂ. സോ തിയററ്റിക്കൽ ഡിസ്ചാർജിന്റെ ഇക്വേഷൻ എന്തായിരിക്കും, Q തിയററ്റിക്കൽ ഈക്വൽ ടു ALN/60. ALN/60. A എന്താണ്, പിസ്റ്റന്റെ ഏരിയ, L എന്താണ്, സ്ട്രോക്ക് ലെങ്ത്, N is the
സ്പീഡ് ഇൻ RPM ഡിവൈഡ് ബൈ 60. ഇതാണ് എന്ത്? തിയററ്റിക്കൽ ഡിസ്ചാർജ്. സോ തിയററ്റിക്കൽ ഡിസ്ചാർജിന്റെ ഇക്വേഷൻ ഇതാണ്, ALN/60. ദെൻ ഇനി കോയിഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ്. എന്താണ് ഈ കോയിഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ്? CD എന്ന് പറയുന്നത് അതൊരു റേഷ്യോ ആണ് അല്ലേ, അതൊരു റേഷ്യോ ആണ്, റേഷ്യോ ബിറ്റ്വീൻ ആക്ച്വൽ ഡിസ്ചാർജ് ആൻഡ് തിയററ്റിക്കൽ ഡിസ്ചാർജ്. ആക്ച്വൽ ഡിസ്ചാർജിന്റെയും തിയററ്റിക്കൽ ഡിസ്ചാർജിന്റെയും റേഷ്യോ ആണ് എന്ത്? കോയിഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് CD. അപ്പോൾ അത് ഒരു ചോദിച്ചിട്ടുണ്ട് കണ്ടുപിടിക്കാൻ. സോ ആക്ച്വൽ ഡിസ്ചാർജ് പ്രോബ്ലത്തിൽ തന്നെ തന്നിട്ടുണ്ട്. തിയററ്റിക്കൽ ഡിസ്ചാർജ് എന്ത് ചെയ്യും? നമ്മൾ ALN/60 എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കും. ദെൻ സോ ഈ റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? CD കിട്ടും. സോ ഇനി അടുത്തൊരു ഇക്വേഷൻ ഉള്ളത് സ്ലിപ്പിന്റെ ഇക്വേഷൻ ആണ്. സ്ലിപ്പ് എന്തായിരുന്നു? സ്ലിപ്പ് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ തിയററ്റിക്കൽ ഡിസ്ചാർജ് ആൻഡ് ആക്ച്വൽ ഡിസ്ചാർജ് അല്ലേ. സോ ആക്ച്വൽ ഡിസ്ചാർജ് എപ്പോഴും തിയററ്റിക്കൽ ഡിസ്ചാർജിനെക്കാട്ടിയും കുറച്ച് കുറവായിരിക്കും. കാരണം എന്താണ്? കുറച്ച് എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ് എന്ത് ചെയ്യും? ലീക്ക് ആയി പോവും. ആക്ച്വൽ ഡിസ്ചാർജ് എപ്പോഴും എന്തായിരിക്കും? തിയററ്റിക്കൽ ഡിസ്ചാർജിനേക്കാളും കുറവായിരിക്കും. സോ ആ എത്രയാണോ കുറവ് ആ എമൗണ്ടിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ലിപ്പ് എന്ന് പറയുന്നത്. സോ നമ്മൾ ആ ഒരു ഇക്വേഷൻസ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കുന്ന തിയററ്റിക്കൽ ഡിസ്ചാർജിനേക്കാളും കുറവാണ് എന്ത്? ആക്ച്വൽ ഡിസ്ചാർജ്. സോ ആ ഡിഫറൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ലിപ്പ് എന്ന് പറയുന്നത്. ഇക്വേഷൻ എന്താണ്? Q തിയററ്റിക്കൽ മൈനസ് Q ആക്ച്വൽ. തിയററ്റിക്കൽ ഡിസ്ചാർജ് മൈനസ് ആക്ച്വൽ ഡിസ്ചാർജ്. സോ ഇത് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സ്ലിപ്പ് കിട്ടും. സ്ലിപ്പിന്റെ യൂണിറ്റ് എന്താണ്? സ്ലിപ്പിന്റെ യൂണിറ്റ് എന്താണ്? സെയിം ഡിസ്ചാർജിന്റെ സെയിം യൂണിറ്റ് ആണ്, മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. സിഡിക്ക് യൂണിറ്റ് ഉണ്ടോ? സിഡിക്ക് യൂണിറ്റ് ഉണ്ടോ? CD എന്ന് പറയുന്നത് റേഷ്യോ ആണ്, സെയിം ക്വാണ്ടിറ്റിയുടെ റേഷ്യോ ആണ്. സോ എന്തായിരിക്കും? യൂണിറ്റ് ഉണ്ടാവത്തില്ല. ദെൻ ഇനി എന്താ ചോദിച്ചേക്കുന്നത്? ഇനി ചോദിച്ചേക്കുന്നത് പെർസെൻറ്റേജ് ഓഫ് സ്ലിപ്പ് ആണ്. പെർസെൻറ്റേജ് ഓഫ് സ്ലിപ്പ് എങ്ങനെ നമ്മൾ പെർസെൻറ്റേജ് ഓഫ് സ്ലിപ്പ് കണ്ടുപിടിക്കും? നമുക്കറിയാം സ്ലിപ്പ് നമുക്ക് കിട്ടി. Q തിയററ്റിക്കൽ മൈനസ് Q ആക്ച്വൽ കണ്ടുപിടിച്ചപ്പോൾ സ്ലിപ്പ് കിട്ടി. സോ പെർസെൻറ്റേജ് ഓഫ് സ്ലിപ്പ് എന്താണ്? സ്ലിപ്പ് ഡിവൈഡഡ് ബൈ തിയററ്റിക്കൽ ഡിസ്ചാർജ്. സ്ലിപ്പ് ഇതാണ് സ്ലിപ്പ്. Q തിയററ്റിക്കൽ ബൈ Q തിയററ്റിക്കൽ മൈനസ് Q ആക്ച്വൽ. ഇതാണ് എന്ത്? സ്ലിപ്പ്. സോ സ്ലിപ്പ് ഡിവൈഡഡ് ബൈ എന്ത്? Q തിയററ്റിക്കൽ ഡിസ്ചാർജ് ഇൻറ്റു 100. ഇതാണ് എന്ത്? പെർസെൻറ്റേജ് ഓഫ് സ്ലിപ്പ്. എല്ലാ പ്രോബ്ലത്തിലും അങ്ങനെ ചോദിക്കുക. സ്ലിപ്പും ചോദിക്കും, പെർസെൻറ്റേജ് ഓഫ് സ്ലിപ്പും ചോദിക്കും. സോ എന്താണ്? തിയററ്റിക്കൽ ഡിസ്ചാർജ് മൈനസ് ആക്ച്വൽ ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ എന്ത്? Q തിയററ്റിക്കൽ. സോ ഇത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കളയാം. അപ്പോൾ എന്ത് കിട്ടും? 1 മൈനസ് Q ആക്ച്വൽ ബൈ Q തിയററ്റിക്കൽ എന്ന് കിട്ടും. 1 മൈനസ് Q ആക്ച്വൽ ബൈ Q തിയററ്റിക്കൽ, അല്ലെങ്കിൽ എന്താണ്? 1 മൈനസ് CD എന്ന് കിട്ടും. 1 മൈനസ് CD എന്ന് കിട്ടും. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു വാല്യൂ തന്നെ അങ്ങനെയും കിട്ടും. സോ നമുക്ക് പെർസെൻറ്റേജ് ഓഫ് സ്ലിപ്പ് എന്തായിരിക്കും? 1 മൈനസ് CD ഇൻറ്റു 100 എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക? നോർമലായിട്ട് ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക. Q തിയററ്റിക്കൽ മൈനസ് Q ആക്ച്വൽ ഡിവൈഡ് ബൈ Q തിയററ്റിക്കൽ ഇൻറ്റു 100. 100 കൊണ്ട് എന്തിനാണ് മൾട്ടിപ്ലൈ ചെയ്തത്? പെർസെൻറ്റേജ് ആക്കാനായിട്ട്. സോ അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലത്തിൽ യൂസ് ചെയ്തേക്കുന്ന ഇക്വേഷൻസ് എല്ലാം കണ്ടു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പ്രോബ്ലം ചെയ്ത് നോക്കാം. സോ പ്രോബ്ലത്തിൽ എന്തൊക്കെയാണ് ഗിവൺ ആയിട്ട് വന്നിരിക്കുന്നത്? സിംഗിൾ ആക്ടിങ് ആണെന്ന് പറയുന്നുണ്ട്. സോ സിംഗിൾ ആക്ടിങ്ങിന്റെ ഡിസ്ചാർജിന്റെ ഇക്വേഷൻ വേണം നമ്മൾ യൂസ് ചെയ്യാൻ. ദെൻ സ്പീഡ് തന്നിട്ടുണ്ട്, N is equal to 50 RPM. ദെൻ ടു ഡെലിവേഴ്സ് 0.01 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഡിസ്ചാർജ് അപ്പോൾ ആക്ച്വൽ ഡിസ്ചാർജ് ആണ് തന്നേക്കുന്നത്, മെഷർ ചെയ്തെടുത്ത വാല്യൂ ആണ് തന്നേക്കുന്നത്. ദെൻ സോ Q ആക്ച്വൽ ഈക്വൽ ടു 0.01 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ദെൻ ഇനി എന്താ തന്നേക്കുന്നത്? ഡയമീറ്റർ ഓഫ് ദി പിസ്റ്റൺ തന്നിട്ടുണ്ട്. പിസ്റ്റന്റെ ഡയമീറ്റർ എത്രയാണ്? 200 mm ആണ്. പിസ്റ്റൺ ഡയമീറ്റർ എന്തിനാണ് തന്നേക്കുന്നത്? പിസ്റ്റന്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പിസ്റ്റന്റെ ഡയമീറ്റർ തന്നേക്കുന്നത്. പിസ്റ്റന്റെ ഏരിയ കണ്ടുപിടിക്കാൻ. പിസ്റ്റന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം ഡയമീറ്റർ ഉണ്ടെങ്കിൽ എങ്ങനെ ഏരിയ കണ്ടുപിടിക്കും? π/4 d സ്ക്വയർ. π/4 d സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പിസ്റ്റന്റെ ഏരിയ ഈക്വൽ ടു A ഈക്വൽ ടു π/4 d സ്ക്വയർ ആണ്. D is equal to 200 mm അല്ലെങ്കിൽ 0.2 മീറ്റർ. സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.031416 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ദെൻ ഇനി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? സ്ട്രോക്ക് ലെങ്ത് തന്നിട്ടുണ്ട്. സ്ട്രോക്ക് ലെങ്ത് ആണ് എന്ത്? ക്യാപിറ്റൽ L ഈക്വൽ ടു 400 mm. നൗ
ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻസിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ക്യൂ തിയററ്റിക്കൽ ഈക്വൽ ടു എന്താണ്, ആദ്യം നമുക്ക് കണ്ടുപിടിക്കാനുള്ള തിയററ്റിക്കൽ ഡിസ്ചാർജ് ആണ്. ക്യൂ തിയററ്റിക്കൽ ഇക്വേഷൻ ALN/60 ആണ്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, കാൽക്കുലേറ്ററിൽ ചെയ്യാവുന്നേ ഉള്ളൂ, ഹാൻഡായിട്ടൊന്നും ചെയ്യേണ്ട. സോ നമുക്ക് എന്ത് ചെയ്യും, ഡയറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടും. എത്രയാണ്, 0.01047 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ് തിയററ്റിക്കൽ ഡിസ്ചാർജ്. CD എന്താണെന്ന് ഞാൻ പറഞ്ഞു, കോഎഫിഷ്യന്റ് ഡിസ്ചാർജ് എന്താണ്, അത് റേഷ്യോ ആണ്. ആക്ച്വൽ ഡിസ്ചാർജും തിയററ്റിക്കൽ ഡിസ്ചാർജും തമ്മിലുള്ള റേഷ്യോ ആണ്. സോ ആക്ച്വൽ ഡിസ്ചാർജ് ബൈ തിയററ്റിക്കൽ ഡിസ്ചാർജ് റേഷ്യോ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, ഈ റേഷ്യോ എടുത്താൽ എന്ത് കിട്ടും, CD കിട്ടും. സോ CD കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പെർസെൻറ്റേജ് സ്ലിപ്പ് ഡയറക്റ്റ് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. 1 - CD × 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, സ്ലിപ്പ് ആദ്യം കണ്ടുപിടിക്കുക. സ്ലിപ്പ് എന്താണ്, ഇറ്റ് ഈസ് എ ഡിഫറൻസ് ആണ് അല്ലേ. എന്തൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് ആണ്, ക്യൂ തിയററ്റിക്കലും ക്യൂ ആക്ച്വലും, തിയററ്റിക്കൽ ഡിസ്ചാർജും ആക്ച്വൽ ഡിസ്ചാർജും തമ്മിലുള്ള ഈ ഒരു ഡിഫറൻസിനാണ് എന്ത് പറയുന്നത്, സ്ലിപ്പ് എന്ന് പറയുന്നത്. സ്ലിപ്പ് കുറച്ച് സ്ലിപ്പായി പോയി, ആ സ്ലിപ്പായി പോയ എമൗണ്ട് ആണ് എന്ത്, ക്യൂ തിയററ്റിക്കൽ മൈനസ് ക്യൂ ആക്ച്വൽ. അപ്പോൾ എല്ലാം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, സ്ലിപ്പ് കിട്ടും. സ്ലിപ്പ് കിട്ടിയാൽ പെർസെൻറ്റേജ് ഓഫ് സ്ലിപ്പ് എങ്ങനെ കണ്ടുപിടിക്കും, സ്ലിപ്പ് ഡിവൈഡഡ് ബൈ തിയററ്റിക്കൽ ഡിസ്ചാർജ്. ഈ ന്യൂമറേറ്ററിലുള്ള എന്താണ്, സ്ലിപ്പാണ്, ഡിവൈഡഡ് ബൈ എന്ത്, തിയററ്റിക്കൽ ഡിസ്ചാർജ് × 100 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, പെർസെൻറ്റേജ് ഓഫ് സ്ലിപ്പ് കിട്ടും.